Hi students, next we will discuss trading and profit and loss account. This is the first account we prepare for final accounts. So actually trading and profit and loss account in the പറഞ്ഞിട്ട് account ആണ് നമ്മൾ create ചെയ്യുക. So there is two accounts, trading account and profit and loss account. രണ്ട് account ചേർന്നതാണ് നമ്മുടെ trading and profit and loss account എന്ന് പറയുന്നത്. ഒരു trading account ഉണ്ടായിരിക്കും, profit and loss account ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് സ്റ്റേജ് ആണ് ഇവിടെ ഉള്ളത്. So first നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും ഫസ്റ്റ് സ്റ്റേജിൽ. ദെൻ നെക്സ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട്. Trading account is prepared for ascertaining the gross profit or gross loss. അപ്പോൾ എന്തിനാ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാനാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എക്സസ് ഓഫ് സെയിൽസ് റവന്യൂ ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ്. എന്താണ് സെയിൽസ്, ഇങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് എക്സസ് ഓഫ് സെയിൽസ് റവന്യൂ ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് നമ്മൾ എന്ത് പറയുക, നെറ്റ് സെയിൽസ്. ഈ നെറ്റ് സെയിൽസിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്തതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ടോട്ടൽ സെയിൽസ് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്താണ് എന്ത്, നെറ്റ് സെയിൽസ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നെറ്റ് സെയിൽസ് പോലെ തന്നെ പർച്ചേസ്, ടോട്ടൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ നമുക്ക് എന്ത് പറയാം? നെറ്റ് പർച്ചേസ് എന്ന് പറയാം. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മീൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷന് വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസുകളാണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വരുന്ന ചെലവുകൾ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതിന് നമുക്ക് കമ്പനിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തൊക്കെയാ വെച്ചാൽ അത് മൈനസ് ചെയ്യാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, term direct expense refers to those expenses which are incurred on the goods purchased till they are brought to the place of business for sale. അതായത് എന്തൊക്കെ എക്സ്പെൻസ് ആണ് നമുക്ക് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്താൻ വരുന്ന, അതായത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൽ എത്താൻ വരുന്നത് വരെ വരുന്ന ചെലവുകളെ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അതിൽ ഫ്രൈറ്റ് വരും, ഇൻഷുറൻസ് വരും, ഇമ്പോർട്ട് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നൊക്കെ ആയിരിക്കും കൊണ്ടുവരിക. അപ്പോൾ അതിന്റെ ഡ്യൂട്ടി, ക്ലിയറിംഗ് ചാർജ്, ഓക്ട്രോയ്, കാരേജ് എന്നൊക്കെ പറയുന്ന എക്സ്പെൻസുകളൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ബാക്കി വരുന്ന എക്സ്പെൻസുകൾ, അത് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ which are incurred on the goods purchased till they are brought to the place of business. അല്ലേ? അതായത് പർച്ചേസ് ചെയ്ത് മുതൽ അത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നത് വരെ, റോ മെറ്റീരിയൽ പർച്ചേസ് മുതൽ അത് സെയിൽ, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നത് വരെയുള്ള നമുക്ക് വരുന്ന ചെലവുകളാണ് നമ്മുടെ എന്ത് പറയുന്നത്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായിരിക്കും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന, അല്ലേ, പ്രൊഡക്ഷന് വരുന്ന ഒരു ചെലവാണ്, കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ അതിൽ കറക്റ്റ് ആ ഒരു വർഷത്തെ ചെലവ് എത്രയാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആ വർഷത്തെ ഡയറക്റ്റ് എക്സ്പെൻസുകളും അതേപോലെ സെയിൽസ് എന്നൊക്കെ മൈനസ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഈ പറയുന്ന ആ വർഷത്തെ കറക്റ്റ് എക്സ്പെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒഴിവാക്കി, അല്ലേ, പർച്ചേസസും ഡയറക്റ്റ് എക്സ്പെൻസും ആണ് മെയിൻ ആയിട്ട് വരിക കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വർഷത്തെ നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് മെയിൻ ആയിട്ട് പ്രൊഡക്ഷന് വരുന്ന ചെലവ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാ പറയുന്നത്. അതാണ് കോസ്റ്റ് ആണ്, ആ വർഷത്തെ ചെലവ് കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ ഒരു നമുക്ക് പ്രോബ്ലം ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൺ 1/1/2008 എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 1 lakh, പർച്ചേസസ് ഫോർ 2018 15 lakh, പർച്ചേസ് റിട്ടേൺ 40,000. പർച്ചേസ് റിട്ടേൺ എന്താ ചെയ്യുക, പർച്ചേസിന് മൈനസ് ചെയ്യുന്നതാണ് പർച്ചേസ് റിട്ടേൺ. ക്യാരേജ് ഇൻവേർഡ് 20,000. ക്യാരേജ് ഇൻവേർഡ് എന്താണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ, പ്രൊഡക്ഷന് വരുന്ന എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഒക്ട്രോയ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഫ്രൈറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 1,70,000. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും, ഇതേപോലെ തന്നെ നമ്മൾ ആ ഇക്വേഷനിൽ പറഞ്ഞ തന്നെ ഒരു ടേബിൾ ആക്കി ചെയ്യണമെന്ന് മാത്രം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഫസ്റ്റ് എഴുതി, പിന്നെ അതിന്റെ കൂടെ ആഡ് നെറ്റ് പർച്ചേസ്. എന്താ നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. 15 lakh 40,000 മൈനസ് ചെയ്തു. പർച്ചേസ് 15 lakh ആണ്, പർച്ചേസ് റിട്ടേൺ 40,000 ആണ്. സോ അത് മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുക എത്രയാണ്, 14,60,000 ആണ് കിട്ടുക. സോ അതാണ് നെറ്റ് പർച്ചേസ്. പിന്നെ വരുന്നതോ, പിന്നെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ ആഡ് ചെയ്യണം. ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നത് എന്താണ്, ക്യാരേജ് ഇൻവേർഡ്, ഒക്ട്രോയ്, ഫ്രൈറ്റ്, ഇതെല്ലാം ആഡ് ചെയ്യുക. ദെൻ ആ കിട്ടുന്ന എമൗണ്ടിൽ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക, 1,70,000. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് അല്ലെ. നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആ ഇക്വേഷൻ അതുപോലെ ചെയ്തിരിക്കുകയാണ്. എമൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്, ജസ്റ്റ് ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ നമ്മുടെ സെയിൽസ് നിന്ന് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ നെറ്റ് സെയിൽസ് നിന്ന് ഈ പറഞ്ഞ കണ്ടുപിടിച്ച കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. അപ്പൊ അത് ഫുള്ള് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിൽസ് 5 lakh, പർച്ചേസസ് 3 lakh, carriage inward 3 lakh, freight inward 5 lakh, sales return 10,000, clearing charge ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രൊഡക്ഷൻ വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ പർച്ചേസിന് നമ്മൾ മൈനസ് ചെയ്യാനുള്ളതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 40,000 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊരു ഫോർമാറ്റ് പോലെ എഴുതാം, ഇതേപോലെ ഫുള്ള്, അതായത് എല്ലാം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന രീതിയിൽ. എങ്ങനെയാണ്, നമ്മൾ ആ ഇക്വേഷൻ പോലെ ഫസ്റ്റ് എന്താ എഴുതേണ്ടത്, സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. അപ്പൊ രണ്ട് എമൗണ്ട് കോളം നമ്മൾ കൊടുക്കാം. അപ്പൊ ആദ്യത്തെ കോളത്തിൽ സെയിൽസ് എഴുതുക, ദെൻ അതിന് സെയിൽസ് റിട്ടേൺ 10,000 മൈനസ് ചെയ്ത് നെറ്റ് സെയിൽസ് എവിടെ കോളം, നെക്സ്റ്റ് ലാസ്റ്റ് കോളത്തിൽ കൊടുക്കാം. ഇനി ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മുടെ ഇന്നർ കോളത്തിൽ കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ അറിയാം. ആ ഇക്വേഷൻ പ്രകാരം നമ്മൾ ഇന്നർ കോളത്തിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കണം, ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000, ദെൻ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് പർച്ചേസസ്. നമ്മൾ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യാം. പർച്ചേസ് ആഡ് ചെയ്യാം, അപ്പോൾ നമുക്ക് 3,20,000 കിട്ടും. ദെൻ പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യുക. നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ മതി, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല, ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് പർച്ചേസസ് ലെസ് പർച്ചേസ് റിട്ടേൺ, അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടും. ദെൻ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ്, ക്ലിയറിംഗ് ചാർജസ്. ഈ പറയുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ആഡ് ചെയ്ത എമൗണ്ട് എഴുതുക, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആയ 3,05,000 എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഈ 3,05,000. സോ അത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. 1,85,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ഒന്നും കൂടി പറഞ്ഞു തരാം. ക്വസ്റ്റ്യന്റെ എല്ലാം തന്നിട്ടുണ്ട്, ജസ്റ്റ് എടുത്ത് എഴുതുക മാത്രമേ ഉള്ളൂ. ഒരു ഫോർമാറ്റ് നമ്മൾ വരയ്ക്കുക, രണ്ട് എമൗണ്ട് കോളം, ഒരു പർട്ടിക്കുലേഴ്സ് കോളം കൊടുക്കുക. സെയിൽസ് 5 lakh തന്നിട്ടുണ്ട്, ലെസ് സെയിൽസ് റിട്ടേൺ. ഇക്വേഷൻ നന്നായി പഠിക്കുക. 5 lakh മൈനസ് 10,000, 4,50,000. അതാണ് നമുക്ക് കിട്ടിയത്. നെറ്റ് സെയിൽസ് 4,50,000 ഏറ്റവും ഔട്ടർ കോളത്തിൽ എഴുതുക. ഈ നെറ്റ് സെയിൽസ് നമുക്ക് അടുത്ത ആ കോളത്തിൽ മൈനസ് ചെയ്തത് എന്തായിരിക്കണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരിക്കണം. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫുൾ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ ഇന്നർ കോളത്തിലാണ് കണ്ടുപിടിക്കുക. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് സെയിൽസ് എഴുതി, നെറ്റ് സെയിൽസ് എഴുതി, ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് നമ്മൾ ഇന്നർ കോളത്തിൽ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ, പിന്നെ എന്ത് ചെയ്യണം, ആഡ് ഡയറക്റ്റ് എക്സ്പെൻസ്, ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ്, ക്ലിയറിംഗ് ചാർജ്. ദെൻ ആ കിട്ടിയ എമൗണ്ട് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്.
അപ്പോൾ കിട്ടുന്നതാണ് 3,05,000 ആണ് നമ്മുടെ എന്ത് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ ഇത് നമുക്ക് കുറച്ചുകൂടി വേറൊരു രീതിയിലാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. പക്ഷേ ഇങ്ങനെയും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ളതിൽ. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പല സബ്ജക്റ്റുകളിലും ഇത് വരുന്നൊരു ഇക്വേഷൻ ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. സോ ഇതന്നെ നമ്മളൊരു ചെറിയൊരു മാറ്റത്തോടു കൂടി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതും. സെയിം തന്നെയാണ്, ഇക്വേഷൻ എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.